വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ 16-ന് ചൊവ്വാഴ്ച സമുചിതമായ പരിപാടികളുടെ നടത്തുമെന്ന് വിദ്യാലയത്തെ വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കും. 1973 അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടി വടശ്ശേരിപ്പുറം ഗവൺമെന്റ് LP സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. ഏകാധ്യാപക വിദ്യാലയമായാണ് ആരംഭിച്ചത്. 1990-91 കാലഘട്ടത്തിൽ UP സ്കൂളായും 2011-12 കാലഘട്ടത്തിൽ RMSA പദ്ധതി ഉൾപ്പെടുത്തി ഹൈസ്കൂളായും ഉയർത്തപ്പെട്ട വിദ്യാലയം ദേശത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയുടെ വളർച്ചയിൽ നാഴികക്കല്ലായി മാറി. രാവിലെ 10-ന് പൂർവാധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദനം പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മുതൽ കുരുന്നുകളുടെ കലാവിരുന്നും നടക്കും. വൈകിട്ട് 4-ന് സുവർണ ജൂബിലി ആഘോഷം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാലയ വികസനത്തിനായി സ്ഥാപിത ഘട്ടം മുതൽ നാളിതുവരെയും എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഉപഹാരം സ്പീക്കറിൽ നിന്നും N മുഹമ്മദ് അലി ഏറ്റുവാങ്ങും. വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഈ വരുന്ന 16-ാം തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ്. സൗവർണം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടെ ആരംഭിച്ച് ഈ 50 വർഷക്കാലം സുസ്ഥിര സേവനം അനുഷ്ഠിച്ച നമ്മുടെ അധ്യാപകരെ ആദരിച്ചുകൊണ്ട് 4 മണിക്ക് പൊതുസമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീർ അവർ ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അവർ അധ്യക്ഷത വഹിക്കും. വേദമത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന എന്നിവർ ആദരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബൻ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K റജീന, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ, മൗലാന ട്രസ്റ്റ് ചെയർമാൻ N അബ്ദുൾ റഷീദ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ നാമത്ത്, AEO C അബൂബക്കർ, നാട്ടുകൽ CI A ഹബീബുള്ള, PT പ്രസിഡന്റ് അക്കര ഹമീദ്, സമഗ്ര ശിക്ഷ കേരള BPC K മുഹമ്മദ് അലി, പ്രധാനാധ്യാപകൻ S നസീർ ഹുസൈൻ, സംഘടക സമിതി കൺവീനർ ഹമീദ് കൊമ്പത്ത്, SMC ചെയർമാൻ റഫീഖ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി PT സിദ്ദിഖ്, MPT പ്രസിഡന്റ് K ഷബ്നാബി, PTA വൈസ് പ്രസിഡന്റ് A കുഞ്ഞായ്മോ, സ്റ്റാഫ് സെക്രട്ടറി M അബ്ദുൽ നാസർ, സീനിയർ അസിസ്റ്റന്റ് K ബാബുരാജൻ എന്നിവർ പ്രസംഗിക്കും. 50-ാം വാർഷികം വിപുലമായി ആഘോഷിക്കുകയാണ്. കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഷംസീർ നമ്മുടെ നിയമസഭാ സ്പീക്കർ ഷംസീർ വരുന്നുണ്ട്. ഷംസുദ്ദീൻ MLA അധ്യക്ഷനാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ മുഖ്യാതിഥിയാണ്. അതുപോലെ നമ്മുടെ ഉപഹാരം നമ്മുടെ സ്കൂളിൻ്റെ നിറസാന്നിധ്യമായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ നിറസാന്നിധ്യമായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഹാജിയുടെ ഓർമ്മക്കായി അവരുടെ മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി വടശ്ശേരിപ്പുറം ദേശത്തിൻ്റെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി നാലകത്ത് മുഹമ്മദ് അലി എന്നവരും, അതുപോലെ പ്രതിഫലം ആദരിക്കുന്നത് V പ്രീത, മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ്, അക്കര ജസീന, കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരാണ്. മെഹർബാൻ ടീച്ചർ, ബഷീർ തക്കന്, K റജീന ടീച്ചർ, റഷീദ് നാലകത്ത് മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റ്, പിന്നെ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറും. തുടർച്ചയായി 9 വർഷം SSLC പരീക്ഷയിൽ 100% വിജയം നേട്ടം കൈവരിച്ചു വരുന്ന വിദ്യാലയം മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലും സുസ്ഥിരമായ മികവ് പുലർത്തിയാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. കലാകായിക ശാസ്ത്രമേളകളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയം, സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, മികച്ച ഭക്ഷണ പദ്ധതി, ആധുനിക സൗകര്യത്തോടുകൂടി പ്രീ പ്രൈമറി സമുച്ചയം, സമാന്തരമായ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ, വിശാലമായ കളിസ്ഥലം, മികച്ച IT സയൻസ് ലാബുകൾ, ലൈബ്രറി, സ്കൂൾ ബസ് സൗകര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ തുടങ്ങിയ ഒട്ടേറെ പ്രത്യേകതകളാണ് വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ട്. പഞ്ചായത്തിലെ
ഏക സർക്കാർ ഹൈസ്കൂളായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ഹാജിയുടെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയം 1973 LP സ്കൂളായിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം 1992 അത് അപ്പർ പ്രൈമറി വിദ്യാലയമായും 2011 ഹൈസ്കൂളായും ഇത് ഉയർത്തപ്പെട്ടു. തുടർച്ചയായി 9 വർഷങ്ങൾ ഹൈസ്കൂൾ 10ാം ക്ലാസ്സിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച 100% വിജയം നേടിയ കോട്ടപ്പാടം പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഹൈസ്കൂൾ. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സംസ്ഥാന കലോത്സവമായാലും അതുപോലെ തന്നെ സംസ്ഥാന ശാസ്ത്രമേളയിലുമൊക്കെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള വിജയം കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 16-ാം തീയതി ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹൈസ്കൂൾ അതിൻ്റെ 50ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏകദേശം 500-ലധികം വിദ്യാർത്ഥികൾ പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. മികച്ച രീതിയിലുള്ള പ്രീ പ്രൈമറി സംവിധാനം, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാർക്ക് അടക്കമുള്ള പ്രീ പ്രൈമറി സൗകര്യങ്ങളോടുകൂടിയ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള പൊതു സമൂഹത്തിന് സേവനം ചെയ്യുന്ന രീതിയിലുള്ള SPCയുടെ മികച്ചൊരു യൂണിറ്റ് ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഉച്ചഭക്ഷണ പദ്ധതി, അതുപോലെ തന്നെ നമുക്ക് ഈ വിദ്യാലയത്തിന് സ്വന്തമായൊരു കളിസ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ വിദ്യാലയത്തിൽ ആദ്യം എയ്ഡഡ് വിദ്യാലയമായിട്ടാണ് സ്ഥാപിതമായതെങ്കിലും അത് ഷെയ്ഖ് അഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വിദ്യാലയം അതിനുശേഷം അത് സർക്കാർ ഏറ്റെടുക്കുകയാണ്, സർക്കാരിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കളിസ്ഥലമില്ലാതെ ഒരുപാട് പരിമിതികൾ നേരിടുന്ന സമയത്തും മൗലാന ട്രസ്റ്റിൻ്റെ ഒരുപാട് സഹായം, അവരുടെ സഹായത്തോടു കൂടി നമുക്ക് സൗജന്യമായി 1 ഏക്കർ കളിസ്ഥലം ഈ വിദ്യാലയത്തിന് ലഭിക്കുകയുണ്ടായി. ഹൈസ്കൂൾ ആയതിനു ശേഷം MLAയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു കെട്ടിടവും അതുപോലെ തന്നെ MP ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിട നിർമ്മാണവും നടത്തുകയുണ്ടായി. ഇപ്പോൾ പുതിയ കിഫ്ബി ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ 9 ക്ലാസ് മുറികൾ പണിയുന്നതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ഏകദേശം ആരംഭിക്കാറായിട്ടുണ്ട്. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ജാഥ, ജനറൽ മെഡിക്കൽ ക്യാമ്പ്, നേത്രപരിശോധന ക്യാമ്പ്, സൗഹൃദ ഫുട്ബോൾ മേള എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന, പ്രധാനാധ്യാപകൻ S. നസീർ ഹുസൈൻ, PTA പ്രസിഡന്റ് അക്ര ഹമീദ്, കൺവീനർ ഹമീദ് കൊമ്പത്ത്, PTA വൈസ് പ്രസിഡന്റ് A. കുഞ്ഞായ്മോ, സീനിയർ അസിസ്റ്റന്റ് K. ബാബുരാജൻ, K. ഹംസപ്പ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ വിശദീകരിച്ചു. ജനുവരി 16-ാം തീയതി നടക്കുന്ന 50ാം വാർഷിക സവർണം എന്ന പേരിൽ നാമധേയത്തിൽ നടത്തുന്ന ഈ 50ാം വാർഷികത്തിൻ്റെ പരിപാടിയിലേക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇവിടെ സേവനമനുഷ്ഠിച്ച പൂർവ്വ അധ്യാപകരെയും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.